കേരളത്തിനെ മുഴുവൻ പവർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടുക്കി ഡാം ആരാ ഇൻവെസ്റ്റ് ചെയ്തത്? കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷനാണ് ഇൻവെസ്റ്റ് ചെയ്തത്, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല. KSEBിക്ക് പണം കൊടുത്തിട്ട് ആ ഡാം ബിൽഡ് ചെയ്യാൻ അന്ന് ആവശ്യമായി അത് ലക്ഷം രൂപയ്ക്കാണ് ബിൽഡ് ചെയ്തിരിക്കുന്ന ഡാം. ഏതാനും ലക്ഷമേ ആയിട്ടുള്ളൂ 976. 976 ലക്ഷം രൂപയ്ക്ക് ഏതാനും ലക്ഷങ്ങൾക്ക് ആ ഡാം കൺസ്ട്രക്ട് ചെയ്ത തുക മുഴുവനും ഈ സദേൺ ഗ്രിഡിനെ അന്നത്തെ പ്രിമിറ്റീവ് ഗ്രിഡ് 76 പറഞ്ഞാൽ വൈദ്യുതീകരണം 50% പോലും ഇല്ല. ആ സമയത്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് കേന്ദ്ര ഗവൺമെൻറ്റും പ്ലാനിംഗ് കമ്മീഷനുമാണ്. KLN റാവു എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറാണ് ഈ ഡാം മുഴുവൻ ഡിസൈൻ ചെയ്യുന്നത്, ഇടുക്കിയിൽ വന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ പിന്നെ പൂർണ്ണനാഥ് അയ്യർ ഇങ്ങനെയൊക്കെയുള്ള സീനിയർ എഞ്ചിനീയേഴ്സാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ തിരിച്ചാലോചിച്ച് നോക്കൂ, ഇടുക്കി ഡാമിൻ്റെ പവർ ഹൗസ് ഇപ്പം 45 കൊല്ലത്തെ സർവീസ്, 50 കൊല്ലമായി. ഇപ്പം 50 കൊല്ലം സർവീസ് കഴിഞ്ഞ് അവിടുത്തെ 3 ലാർജ് ജനറേറ്റേഴ്സ് ഇനിയിപ്പം ദാറ്റ് ഹാസ് ടു ബി റീപ്ലേസ്ഡ്. ഞാനവിടെ ഇരുന്ന സമയത്ത് ഇടുക്കിക്ക് എക്സ്റ്റൻഷൻ പ്രോജക്റ്റ് വന്നു. എക്സ്റ്റൻഷൻ പ്രോജക്റ്റിൽ പുതിയ പവർ ഹൗസും കാവർനസ് പവർ ഹൗസും 3 ജനറേറ്റേഴ്സുമായിട്ട് 800 മെഗാവാട്ടും കൂടെ അതിൻ്റെ 200x4 എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് എടുത്തു. വർഷം ഞാനത് കിടക്കുന്നത് 22-ലാണ്, 26-ലും പണി തുടങ്ങാൻ പറ്റിയിട്ടില്ല. 973 തൊട്ട് 76 കൊണ്ട് നമ്മൾ ഇടുക്കി ട്രൈ ഡാം സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 22-ൽ എൻവയോൺമെൻറ്റൽ സാങ്ഷൻ എടുത്തത് 26-ൽ നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യാൻ തുടങ്ങാൻ സാധിച്ചിട്ടില്ല നമുക്ക്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ രണ്ട് ഇപ്പോൾ അന്ന് 76 കമ്പ്യൂട്ടറില്ല, മനസ്സിലായി. അപ്പോൾ അത് നേട്ടമല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് എവിടെയോ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് വിട്ടുപോകുന്നുണ്ട്. അത് നമ്മൾ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ ചെയ്യാൻ പാടില്ല. തെറ്റായ കാര്യമാണ് കാണുന്നതെങ്കിൽ ഞാനാണ് ഈ വകുപ്പിൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഭാഗം ഓക്കെ, 26-ലെ നേട്ടം ഓക്കെ, 16-ൽ നേട്ട കുറവുണ്ടെന്ന് വേണേൽ പറയാം. പക്ഷേ 16 ഒരു നശിച്ച കാലമാണെന്ന് ഞാൻ പറയില്ല.